കെ മാണി അഴിമതിക്കാരനല്ല. കാരണം എന്ന് ഉത്തരവ് ഇല്ല. അതെ, കുറ്റിയും പറിച്ച്. ഓ, ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞു. കെ മാണി അഴിമതിക്കാരനല്ല. അത് തന്നെ. അല്ല അല്ല. അങ്ങനെയാണെങ്കിൽ ശ്രീ റഹീം, കേരളത്തിലെ ജനങ്ങളോട് ശ്രീ കെ എം മാണി എന്ന മൺമറഞ്ഞു പോയ വ്യക്തിയോടുള്ള ആദരവ് മുൻനിർത്തി അദ്ദേഹത്തെ കോഴമാണി എന്നടക്കം വിളിച്ച ഇടതു മുന്നണിക്ക് വേണ്ടി താങ്കൾ മാപ്പ് പറയുമോ? ഞങ്ങളത് നടത്തിയ സമരം UDF-നെതിരായിട്ടായിരുന്നു. UDF-ന്റെ പേര് കോഴമാണി എന്നല്ലല്ലോ. ശ്രീ കെ, ഞാൻ കേൾക്കൂ, അങ്ങ് കേൾക്കൂ. ഇത് ഒരു കാര്യം ഷാനി, ഒരു കാര്യം മനസ്സിലാക്കണം. ഷാനിയുടെ നിലപാടുകൾ എന്റെ മേൽ ആരോപിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അങ്ങനെ മാത്രം ഒരു ചർച്ചയെ കാണരുത്. അതൊരു ചർച്ചയാണെന്ന് പറയാനാകില്ല. എനിക്കതിനോട് യോജിപ്പുമില്ല. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയാ ഇവന്. എനിക്കതിനോട് സഹകരിക്കാനും ആകില്ല. ഇത് കെ എം മാണിക്കെതിരായ പ്രതിഷേധമായിരുന്നില്ല, UDF-നെതിരായ പ്രതിഷേധമായിരുന്നു എന്ന് അതൊന്ന് വിശദീകരിക്കാമോ? കാരണം കോടതിയിൽ വന്ന താങ്കൾ തന്നെ ഉദ്ധരിച്ച ഈ സംവാദം അഥവാ അവിടെ നടന്ന വാദപ്രതിവാദത്തിനിടയിലും പരാമർശങ്ങൾക്കിടയിലും ഈ പശ്ചാത്തലം വന്നിട്ടുണ്ട്. ഇത് കെ എം മാണിക്കെതിരായ പ്രതിഷേധമല്ല, അല്ലെങ്കിൽ കെ എം മാണിക്കെതിരായ നിലപാടായിരുന്നില്ല, UDF-നെതിരായ നിലപാടായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനം ഒന്ന് വിശദീകരിക്കാമോ? പിന്നെന്താ, അന്ന് UDF ഒരു അഴിമതിയായിരുന്നു, അഴിമതിയിൽ കുളിച്ചതെന്നാണ് എപ്പോഴും UDF അങ്ങനെയാണ് പറഞ്ഞതൊക്കെ. രാഷ്ട്രീയ കേരളം മറക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും ശ്രീ റഹീം? താങ്കളും വ്യക്തിപരമായി എടുക്കരുത്. ഇപ്പോൾ താങ്കൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആണല്ലോ. ഡിവൈഎഫ്ഐ അന്ന് ഈ കോഴ ആരോപണം നേരിട്ട സമയത്ത് ഈ കെ എം മാണിക്കെതിരെ തിരുവനന്തപുരത്ത് നിന്ന് പാലായിലേക്ക് ഒരു പദയാത്ര നടത്തിയിരുന്നല്ലോ. UDF-ന്റെ ആസ്ഥാനം പാല ആയതുകൊണ്ടാണോ അത്തരത്തിലൊരു സമര പരിപാടി ഡിവൈഎഫ്ഐ നടത്തിയത്? എന്റെ പഴയ അങ്ങ് പറയുന്നത് വസ്തുതാപരമായ ഒരു വിഷയമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പാലയിലേക്കല്ല, മറിച്ച് കോട്ടയത്ത് പാലയിലേക്ക്, പാലാ മണ്ഡലത്തിൽ ഒരു നടത്തിയിരുന്നു. അത് ശരിയാണ്. അന്ന് ഈ പറയുന്ന ഈ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉയർന്ന സന്ദർഭത്തിൽ അവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കെതിരെ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ശ്രീ കെ കരുണാകരനെതിരെ നടത്തിയിട്ടില്ലേ? ആർക്കെല്ലാം എതിരെ നടത്തിയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ശ്രീ കെ കരുണാകരന്റെ മകൻ ശ്രീ കെ മുരളീധരൻ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. വേറൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു. ഉയർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പ്രശ്നമില്ലല്ലോ. മുന്നണി മാറുമ്പോൾ മാറുന്ന രാഷ്ട്രീയമാണ് ഞങ്ങളുടേതും എന്ന് നിങ്ങൾ പറഞ്ഞാൽ തീർന്നല്ലോ ചോദ്യം. മുന്നണി മാറുമ്പോൾ ഞങ്ങളുടെ മുന്നണിയിലേക്ക് വന്നാൽ അവർ അഴിമതിക്കാരല്ല, ഞങ്ങളുടെ മുന്നണിയിലേക്ക് വന്നാൽ കെ കരുണാകരനെതിരെ ഞങ്ങൾക്ക് രാഷ്ട്രീയ ആരോപണമില്ല, അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചോദ്യമില്ലല്ലോ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. തെറ്റാണത്. ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരുന്നവർ, ഇല്ലെങ്കിൽ നിലവിൽ തന്നെ മുന്നണിയിലുള്ളവർ അഴിമതിക്കാരാകില്ല നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ലല്ലോ. ഇതേ ന്യായം ഈ ചർച്ചയിൽ തന്നെ വന്നിരുന്ന് താങ്കളും താങ്കളുടെ പാർട്ടി നേതാക്കളും പറയാറുണ്ട്. അതായത് BJP-യിലേക്ക് എത്തുമ്പോഴേക്കും അഴിമതിക്കാരായ ആളുകളെ മുഴുവൻ വിശുദ്ധ സ്നാനം ചെയ്യിച്ചെടുക്കുന്ന പാർട്ടിയാണ് BJP. അവിടെ അപ്പുറത്ത് നിൽക്കുമ്പോൾ അഴിമതിയുണ്ട്, ഇപ്പുറത്ത് വന്നാൽ അഴിമതിയില്ല. BJP-യിൽ വരുമ്പോൾ അഴിമതിക്കാരെല്ലാം അഴിമതിക്കാരല്ലാതാകുന്ന ആ വിശുദ്ധ പ്രക്രിയ എന്താണ് എന്ന് ഈ ചർച്ചയിൽ നിങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അവസരവാദ രാഷ്ട്രീയം എന്ന് വിളിക്കാമെങ്കിൽ കേരളത്തിന് മറിച്ചൊന്ന് പറയാൻ നിവൃത്തിയില്ലല്ലോ. റഹീം, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഷഫീർ, നിങ്ങൾ വേദനിക്കുന്നത് എന്തിനാണ് എന്നതാണ് മനസ്സിലാകാത്തത്. കോൺഗ്രസിന് ഇത്ര വേദന എന്തിനാണ്? വേദനിക്കേണ്ട കെ എം മാണിയുടെ പാർട്ടിക്ക് വേദനയില്ല, ഒരു പ്രശ്നവുമില്ല, ഞങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കേണ്ട എന്ന് ശ്രീ ജോസ് കെ മാണി വ്യക്തമായി ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയും കോൺഗ്രസ് വേദനിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് വേദനിക്കും ഷാനി. കാരണം 40-45 കൊല്ലക്കാലത്തിലേറെയായി ഐക്യജനാധിപത്യ മുന്നണിയുടെ അഭിവാജ്യ ഘടകമായിരുന്ന ഞങ്ങളുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് UDF നേതാവായ ശ്രീ കെ എം മാണി സാറിനെ ഞങ്ങളുടെ മുമ്പിലിട്ട് കൈകാര്യം ചെയ്യുവാൻ വേണ്ടി നിയമസഭയ്ക്കകത്ത് കോപ്രായം കാണിച്ചവരാണവർ. നിയമസഭയ്ക്കകത്ത് അർദ്ധനഗ്നമായി നിന്നുകൊണ്ട് നൃത്ത ചുവടുകൾ നടത്തിയവരാണവർ. അദ്ദേഹത്തിനെ തെരുവിൽ കരിങ്കൊടികൾ കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവുകളിൽ കോഴമാണി എന്ന് വിളിച്ചവരാണവർ. അദ്ദേഹത്തിന്റെ വന്ധ്യയായ ഭാര്യയെ നോട്ടെണ്ണൽ യന്ത്രം വീട്ടിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നവരാണ് കുട്ടിയമ്മ എന്ന് വിളിച്ച് കളിയാക്കിയവരാണവർ. ഞങ്ങൾക്ക് പൊള്ളും. ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. നിങ്ങൾക്കറിയോ, കേരളത്തിന്റെ തെരുവുകളിൽ ഇതാ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ റഹീം വന്നിട്ട് പറയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കുറ്റമില്ല, അന്ന് ഞങ്ങൾക്ക് കുറ്റമുണ്ടായിരുന്നു. റഹീമ, ഇതാണ് നിങ്ങളുടെ പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നല്ല ഇതിന് പറയേണ്ടത്, വൈരുദ്ധ്യാത്മക അവസരവാദം എന്നാണ് പറയേണ്ടത്. ഈ റഹീം എത്ര കേസിന് പ്രതിയായി? കെ എം മാണി സാറിനെതിരായിട്ടുള്ള എത്രയോ സമരങ്ങളിൽ
ഇയാൾക്ക് തോന്നിയ പോലെ വർത്താനം പറയുകയാണെങ്കിൽ സമീപത്തുള്ള കോൺഗ്രസ് ഓഫീസിൽ പോയിരിക്കണം. നിങ്ങളല്ലേ കേരളത്തിന്റെ തെരുവുകളിൽ ഡിവൈഎഫ്ഐക്കാരുടെ തെരുവ് നാടകങ്ങൾ, SFIയുടെ തെരുവ് നാടകങ്ങൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? അരുവിക്കര ഇലക്ഷൻ നടക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്, മുഖം മൂടികൾ ധരിച്ച KM മാണിമാർ, കോഴമാണി എന്ന് കഴുത്തിൽ കെട്ടിത്തൂക്കിയ ടാഗുമായി നിങ്ങൾ തെരുവുകളിൽ എത്ര സമരങ്ങൾ, എത്ര നാടകങ്ങൾ നടത്തിയവരാണ് നിങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് KM മാണി സാർ കൊള്ളാമല്ലേ? കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഷാനിയുടെ ചോദ്യം പ്രസക്തമാണ്. നിങ്ങൾക്ക് എന്താണ് ഇത്ര പൊള്ളത്? കാരണം ഞങ്ങളാണ് KM മാണി സാറിന് സംരക്ഷണം കൊടുത്തത്, ഞങ്ങളാണ് KM മാണി സാറിനോടൊപ്പം കൂടെ നിന്നത്, ഞങ്ങളാണ് പിറകിൽ നിന്ന് കുത്താതെ ഈ ഇടതുപക്ഷത്തിന്റെ ആക്രമണത്തെ ചെറുതു തോൽപ്പിച്ചത്, ഞങ്ങളാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ കാവലി കിടന്നത്. ഞങ്ങൾക്ക് പൊള്ളും. ഇവിടെ തന്റെ മകൻ, തന്റെ അപ്പനെ കള്ളനെന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, അധികാരം മാത്രം മതി എന്ന് പറയുന്ന മകൻ ഉണ്ടാകുന്നതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഇത് ഇവരുടെ ഇപ്പോഴത്തെ സമീപനമല്ല, അന്നും ഇവരുടെ സമീപനം ഇത് തന്നെയാ. ഇവരുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പറഞ്ഞതെന്ന് അറിയോ ഷാനി? പിണറായി വിജയൻ പറഞ്ഞത് അഴിമതിക്കാരനായി ഒന്നാം പ്രതിയായി അന്വേഷണം നേരിടുന്ന KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവരുടെ കോടിയേരി സഖാവ് റഹീമായിട്ട് അടുത്ത ബന്ധമുള്ള ആളല്ലേ? എന്താ പറഞ്ഞെന്നറിയോ? തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗം 2 ദിവസമായിട്ട് വെള്ളം കുടിക്കുന്നില്ല. കാര്യം എന്തെന്നറിയോ? തൊലിക്കട്ടിയുടെ കാര്യത്തിൽ KM മാണി കാണ്ടാമൃഗത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. കോടിയേരി സഖാവ് VS അദ്ദേഹത്തിന്റെ താളത്തിൽ പറഞ്ഞ കാര്യം എന്നറിയോ? കെടാത്ത തീയും ചാകാത്ത പുഴുകും, കെടാത്ത തീയും ചാകാത്ത പുഴുവും, അങ്ങനെയുള്ള നരകത്തിൽ KM മാണി വീഴും. ഇതായിരുന്നില്ലേ കേരളത്തിലെ CPM-ന്റെ നേതാക്കളുടെ നിലപാട്? ആ നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തിൽ മുഴുവൻ സമരം നടത്തിയ സംഘടനയില്ലേ റഹീമിന്റെ പാർട്ടി? അദ്ദേഹത്തിന് കള്ളനെന്ന് വിളിച്ചില്ലേ? കോഴയെന്ന് വിളിച്ചില്ലേ? ആ കുട്ടിയമ്മയെ അധിക്ഷേപിച്ചില്ലേ? അദ്ദേഹത്തിന്റെ വീട്ടിൽ നോട്ടൽ യന്ത്രമുണ്ടെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ തെരുവിൽ തടഞ്ഞില്ലേ? നിയമസഭയ്ക്കകത്ത് അർദ്ധനഗ്നായി നിന്ന ആളിനെ ഇപ്പൊ ഒരു മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അംഗീകാരം കൊടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. നിയമസഭാ സ്പീക്കറുടെ ചേംബർ അടിച്ച് തകർത്തില്ലേ? കസേരയെടുത്ത് തറയിൽ തള്ളിയിട്ടില്ലേ? അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചതല്ലേ? എടാ ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? അന്ന് കൂടെ നിന്ന മുന്നണി എന്ന നിലയിൽ, അവസാനത്തെ ശ്വാസം വരെയും UDF-കാരനായിരുന്ന ആളെന്ന നിലയിൽ, ഞങ്ങൾക്ക് മരിക്കുന്നത് വരെയും UDF-കാരനായിരുന്നു എന്നുള്ള കാരണത്താൽ KM മാണി സാറിനോട് ഞങ്ങൾക്ക് അന്നും ഇന്നും കടപ്പാടുണ്ട്. ഈ ജോസ് കെ മാണിക്ക് അധികാരം മാത്രം മതി. അദ്ദേഹത്തിന്റെ ഈ ജോസ് കെ മാണിയോട് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് കടുത്തുരുത്തി അദ്ദേഹം ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി കേട്ടോ. അതിലൊരൽപ്പം പിന്നെ യാഥാർത്ഥ്യ ബോധമുണ്ട്. അതിങ്ങനെയാണ് പറഞ്ഞത്, പിന്നെ അതിനകത്ത് KM മാണിയെ കുറിച്ചുള്ള പരാമർശം പ്രതിഷേധാർഹം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വാർത്താക്കുറിപ്പാണേ. പാർട്ടിയുടെ കടുത്ത പ്രതിഷേധം അറിയിക്കുന്നതായി സ്റ്റീഫൻ ജോർജ്, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. വിജിലൻസും കോടതിയും ഹൈക്കോടതിയിലും കുറ്റക്കാരനെന്ന് കാണാത്ത ഒരാളിനെതിരായ ഈ പരാമർശം പിൻവലിക്കണം കേരള കോൺഗ്രസ് മാണിയുടെ നേതാക്കന്മാർ, ഉന്നതാധികാര സമിതിയുടെ അംഗങ്ങൾ. പക്ഷെ ജോസ് കെ മാണിക്ക് ഇതൊന്നും പ്രശ്നമില്ല. കാര്യം എന്താ? ജോസ് കെ മാണിക്ക് അധികാരം മാത്രം മതി. സ്വന്തം അച്ഛനെ തള്ളി പറഞ്ഞാലും, തന്റെ കുടുംബത്തെ തള്ളി പറഞ്ഞാലും, തന്റെ പാർട്ടിയെയും തന്റെ പാർട്ടിയുടെ നിലപാടുകളെയും ഇന്നലകളിൽ കൊത്തിപ്പറിച്ചാലും ഒരു മന്ത്രിസ്ഥാനം മാത്രം മതി ജോസ് കെ മാണിക്ക്. ആ സമീപനത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. കോൺഗ്രസിന്റെ കാലത്ത് അഴിമതി, ഞങ്ങളുടെ കാലത്ത് അഴിമതിയില്ല. റഹീമേ, സ്പ്രിംഗ്ലർ നിങ്ങൾക്ക് യു-ടേൺ അടിക്കേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, പമ്പ മണൽക്കടത്ത് തിരിച്ചു പോകേണ്ടി വന്നു. ബ്രൂവറി ഡിസ്റ്ററി നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസക്കാലം ജയിലിൽ കിടന്നതിനാണെന്നറിയോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വർണ്ണക്കടത്ത് നടത്തിയതിനാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്ത് കള്ളക്കടത്തും കൊള്ളക്കടത്ത് നടത്തിയതിനെ സംബന്ധിച്ച് കസ്റ്റംസിന്റെ റിപ്പോർട്ടുകൾ നിരവധി പുറത്തു വന്നിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ കാലത്തുണ്ടായിട്ടില്ല. അഴിമതി ഏറ്റവും അവസാനം കടലിൽ വിറ്റ് നിങ്ങൾ ഒരു ഉത്തരവിന്റെ മറവിൽ കേരളത്തിലെ സർക്കാർ വനങ്ങൾ പതിച്ചു കൊടുത്ത ഭൂമിയിലെ മരങ്ങൾ മുഴുവൻ കൊള്ളയടിച്ച നിങ്ങൾ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വാചകം ഞാൻ ജസ്റ്റ് ഷാനിക്ക് വേണ്ടി വായിക്കാം. ടൈംസ് ഓഫ് ഇന്ത്യയാണ് കേട്ടോ. The government lawyer submitted in Supreme Court that the assembly request was against the corrupt former finance minister KM മാണി in picture. ഇത് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ഇത് മലയാള മനോരമയും മാതൃഭൂമിയും ഉണ്ടാക്കിയ, നിങ്ങളുടെ ഭാഷയിലെ പേനയുന്തുകാരുണ്ടാക്കിയ കൃത്രിമ സൃഷ്ടിയല്ല. ഇത് ടൈംസ് ഓഫ് ഇന്ത്യ, അവരുടെ കോടതി റിപ്പോർട്ടർ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ്. വിജയരാഘവൻ കേരളത്തിൽ നിന്ന് തുള്ളുന്നത് പോലെയല്ല. ടൈംസ് ഓഫ് ഇന്ത്യയുടെ കോടതി റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു, മരിച്ചുപോയവരെ അധിക്ഷേപിക്കാൻ പാടുണ്ടോ? മരിച്ചുപോയവർക്കെതിരായി ഇനിയും പുലഭ്യം വിളിക്കാൻ പാടുണ്ടോ? എന്താ ഔദാര്യമാണ് റഹീമെ നിങ്ങൾ കാണിക്കുന്നത്?
നിങ്ങൾ 51 വെട്ടുവെട്ടി കൊന്ന TP ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന്റെ പ്രതിമ നിങ്ങൾ 6 തവണ തകർത്തവരാണ്. അദ്ദേഹത്തിന്റെ വിധവയെ അകത്തും പുറത്തും. നിങ്ങൾക്കറിയോ, ആൺകുട്ടികളെ സ്ത്രീവേഷം കെട്ടിച്ച് ചിരട്ടയും വെച്ച് കെട്ടി അപമാനിച്ചുകൊണ്ട് കഴുത്തിൽ കെട്ടിത്തൂക്കി TP ചന്ദ്രശേഖരനെ ഇന്നും അപമാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോ മരിച്ചവരെ പറയുന്നത് വലിയ കാര്യമായിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഇന്ന് നിർത്തിയിട്ടില്ല. 1. 2, നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ എടുത്ത സമീപനമല്ല ഇന്ന് എടുക്കുന്നത്. അത് ഞങ്ങൾക്ക് അറിയാവുന്നേ. നിങ്ങളുടെ കുന്നംകുളത്തെ MLA ആയിരുന്നു SFIയുടെ പഴയ നേതാവ് കുഞ്ഞാലി. അതും കുഞ്ഞാലി തന്നെയാ. പഴയ SFI നേതാവ് കുഞ്ഞാലിയെ കുത്തിമടർത്തിയെന്ന് നിങ്ങൾ ആരോപിക്കപ്പെട്ട് കേസിൽ പ്രതിയായ ആളെ CPM-ൽ ചേർത്ത് കുന്നംകുളത്ത് മത്സരിപ്പിച്ച് MLA ആക്കിയ പാർട്ടിയുടെ പാരമ്പര്യം നിങ്ങൾ ഇങ്ങോട്ട് എഴുതലണ്ട. ഞങ്ങൾക്ക് പണ്ടേ നിങ്ങൾ അറിയാം. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, കെ മുരളീധരനെ നിങ്ങൾ പിന്നെ ഇത്തരത്തിൽ കെ മുരളീധരനെതിരായി നിങ്ങൾ വിമർശനം നടത്തിയിട്ടില്ലേ? കെ മുരളീധരൻ അഭിപ്രായം കോൺഗ്രസിനകത്ത് പറയാം, ആർക്കും അഭിപ്രായം പറയാം. പക്ഷേ MM ലോറൻസ് ഉൾപ്പെടെ, രവീന്ദ്രനാഥ് ഉൾപ്പെടെ, പിന്നെ ചെറിയാൻ ഉൾപ്പെടെയുള്ള പഴയകാല CI2 നേതാക്കന്മാരെ വെട്ടിനിരത്താൻ പാലക്കാട് സമ്മേളനത്തിൽ ഒരേ കാറിൽ യാത്ര ചെയ്ത് പോയി സഖാവ് VS അച്യുതാനന്ദനെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയിൽ വെട്ടിനിരത്തി. അന്ന് ഒത്തുതീർപ്പിന്റെ വ്യവസ്ഥയിൽ പാർട്ടി സെക്രട്ടറി അതിനുശേഷം ബക്കറ്റും വെള്ളവും ഒക്കെ പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരവും താഴ്ത്തി അപമാനിച്ച് ഇറക്കിവിട്ട സഖാവ് VS-ന്റെയും പിണറായിയുടെയും ചരിത്രം ഒന്ന് റഹീം പഠിക്കുന്നത് നന്നായിരിക്കും. ആരാണ് ഏറ്റവും കൂടുതൽ സ്വന്തം സഹപ്രവർത്തകനെ പുറകിൽ നിന്ന് കുത്തി ആക്രമിച്ചിട്ടുണ്ടെന്നും കുത്തുവാക്ക് ഉപയോഗിച്ചതെന്നും ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം റഹീമെ. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. 3, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ഇപ്പൊ റഹീം മാപ്പ് പറയണം. ഞങ്ങൾ നടത്തിയ പദയാത്രയിൽ മാപ്പ്, ഞങ്ങൾ പൊതുമുതൽ KM മാണി സാറിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തിയ സമരത്തിൽ പൊതുമുതൽ ആക്രമിച്ചതിൽ മാപ്പ്, ഞങ്ങൾ കുട്ടിയമ്മ ചേച്ചിയെയും KM മാണി സാറിനെയും ഞങ്ങൾ കള്ളൻ എന്ന് വിളിച്ചതിൽ മാപ്പ് പറയണം. എന്നാൽ നിങ്ങൾ ഇപ്പൊ ചെയ്യണമെന്ന് എന്തറിയോ? ഇല്ലാത്ത പരിരക്ഷയുടെ പേരിൽ നിയമസഭയെ അടിച്ചു തകർത്ത് സ്പീക്കറുടെ കസേരയെ തല്ലി തകർത്തിട്ട് എന്റെയും നിങ്ങളുടെയും ഈ പറയപ്പെടുന്ന SFIക്കാരന്റെയും KSUക്കാരന്റെയും നികുതി പണത്തിൽ നിന്ന് എടുത്ത് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുക. വലിയ ആളുകൾ ചമഞ്ഞിട്ട് CPM-ന്റെ പണമല്ല, DYFയുടെ പണമല്ല, ഇവിടുത്തെ പാവപ്പെട്ട അത്താഴ പട്ടിണിക്കാരൻ നികുതി പണമെടുത്ത് നിങ്ങൾ സുപ്രീം കോടതി വരെ അപ്പീൽ പോയിരിക്കുകയാണ്. പണം തിരിച്ചു വെക്കണം ഖജനാവിലേക്ക്. നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ല കേരളത്തിലെ ഖജനാവിലെ പണം തിരിച്ചു വെക്കണം. പെരിയ കേസിൽ നിങ്ങൾ അപ്പീൽ പോയി ക്രിമിനലുകളെ സംരക്ഷിക്കാൻ. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഷുഹൈബ് കേസിൽ നിങ്ങൾ അപ്പീൽ പോയി, നിങ്ങൾ പിന്നെ TP കേസിൽ നിങ്ങൾ അപ്പീൽ പോയി. CBI വരാതിരിക്കാൻ ഖജനാവിലെ പണമെടുത്താണ് പോയത്. ഇപ്പോഴും പോയിരിക്കുന്നത് ഈ കേസിൽ KM മാണി സാറിന്റെ ഈ നിയമസഭാ കേസിൽ പോലും നിങ്ങൾ സുപ്രീം കോടതി പോയിരിക്കുന്നത് കേരളത്തിന് നികുതി പണമെടുത്താണ്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ നിങ്ങൾ പണം തിരിച്ചു വെക്കാൻ CPM തയ്യാറാകണം. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ നിലപാടില്ല, അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിയതിനാൽ ഞങ്ങൾക്ക് ഈ നിലപാടില്ല. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഏത് കാലഘട്ടത്തിൽ CPM എന്തിനെയെല്ലാം എതിർത്തിട്ടുണ്ടോ അതിനെയെല്ലാം അവർ ഭരണത്തിൽ വരുമ്പോൾ അതുപോലെ പുൽകിയിട്ടുണ്ട്. ഈ റഹീം എത്ര സ്വാശ്രയ വിദ്യാഭ്യാസ സമരത്തിനെതിരായി സമരം നടത്തിയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ അതിനെ പുൽകിയില്ലേ? ADB-ക്കെതിരായി നിങ്ങൾ SFIക്കാരും DYFIക്കാരും കൂടി ആ ADB-യുടെ ആളിനെ കരിയോയിലടിച്ചില്ലേ? നിങ്ങൾ ADB വായ്പ വാങ്ങിയില്ലേ? ലോകബാങ്കിനെതിരായി നിങ്ങൾ സമരം നടത്തി, നിങ്ങൾ തിരിച്ചു പിടിച്ചില്ലേ? അദ്ദേഹം അധികാരത്തിന്റെ അഭിമാനത്തിന്റെയും ചോദ്യമല്ലല്ലോ, വസ്തുതകളെ മുൻനിർത്തിയുള്ള ചോദ്യമാണ് പറഞ്ഞത്. അധികാരത്തിൽ കൊക്കോപ്പൊടി തൂങ്ങിക്കിടക്കുന്ന പോലെ കിടന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. KM മാണി സാറിന്റെ പുറകിൽ നിന്ന് കുത്തിയ നിങ്ങളാണ്, സമരം നടത്തിയ നിങ്ങളാണ്, കള്ള എന്ന് വിളിച്ച നിങ്ങളാണ്, വടിയിൽ തടഞ്ഞ നിങ്ങളാണ്, ആക്രമിക്കാൻ ശ്രമിച്ച നിങ്ങളാണ്, നിയമസഭ തല്ലിപ്പൊട്ടിച്ച നിങ്ങളാണ്, കമ്പ്യൂട്ടർ തകർത്ത നിങ്ങളാണ്, വാച്ചാൻ വാർഡിന്റെ മുകളിൽ